ഹിജ്റ 8-ാം വർഷം റമളാൻ 10-ന് ഈ മക്ക കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി വൻ സൈന്യവുമായിട്ട് പ്രവാചകൻ പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ ഏറ്റവും അടുത്ത ശിഷ്യനും അതുപോലെ തന്നെ ഇസ്ലാമിക ഖലീഫമാരിൽ ഒന്നാമത്തെ ആളുമായിട്ടുള്ള പ്രവാചകനിൽ എന്ത് പറഞ്ഞാലും അത് അതുപോലെ വിശ്വസിക്കുന്ന വിശ്വാസിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിൽ സംശയം ഉന്നയിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും ചിന്തിക്കുകയാണ്, നബി എന്ത് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സ്ഥാനമുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന കരാറിന്റെ ആ വ്യവസ്ഥ നിലനിൽക്കുന്ന സന്ദർഭമല്ലേ? ആ ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി ചെല്ലുക എന്ന് പറയുന്നത് കരാർ ലംഘനമല്ലേ എന്ന് ആര് ചിന്തിക്കുന്നുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവര് കരാർ ലംഘിച്ചു എന്ന്. ഇനി അവരാണ് കരാർ ലംഘിച്ചത് എന്ന് തന്നെ വെക്കുക, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അത് അറിയില്ലായിരുന്നു എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്?